ഹലോ മച്ചാമാർക്കും ബോർഡ് ഗെയിമേഴ്സുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചേസ് എടുക്കാൻ പോകണയാണ്. അപ്പോൾ ആ ചേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കമ്പനിക്കാരനെ എടുത്ത ചേസാണ്. അപ്പോൾ അവനത് അവിടെ കൊണ്ടുപോയി ഫിനാൻഷ്യലി എന്തോ സീൻ വന്നിട്ട് നമ്മുടെ തലയിൽ കെട്ടി വെച്ചേക്കണേന്. അത് ഞാൻ ഓൾറെഡി ചേസ് എടുക്കാൻ നിൽക്കണമായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞ് അവൻ്റെ ചേസ് കൊടുക്കണേന്. അപ്പോൾ ആ ചേസ് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് നേരെ പോയി എടുക്കാവുന്ന ഒരു കാശുള്ളൂ. നമ്മളത് നമ്മുടെ കമ്പനിക്കാരൻ്റെ ചേസാണ്. പിന്നെ നമ്മൾ നേരെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കണേന്. അപ്പോൾ ചെയറുണ്ട് കൂടാ. അപ്പോൾ ചെയറാണ് തിരിച്ചിങ്ങോട്ട് ഒരു വണ്ടി ഓടിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇനി അധികം നേരം നമ്മളിവിടെ സമയം കളഞ്ഞു കഴിഞ്ഞാൽ അത് വെറുതെ വേസ്റ്റായി പോകുള്ളൂ. നമുക്ക് ഇവിടുന്ന് പയ്യെ അങ്ങോട്ട് ചലിക്കാം നമുക്ക് വണ്ടിയും കൊണ്ട്. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കാം. നമുക്കൊരു 2K ഒക്കെ അടിക്കണം. അപ്പോൾ 1K അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി 2K അടിക്കണം. ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് എന്നെ കൊണ്ട് പറ്റണില്ല. എനിക്ക് ക്ലാസ്സും അതുമൊക്കെ ആയിട്ട് ഇങ്ങനെ വെക്കേഷൻ ടൈമിലാണെങ്കിൽ എനിക്ക് മടിയായിരുന്നു കേസ്. ഓക്കെ, അതാണ് മെയിൻ കാര്യം. മടിയായിരുന്നു വെക്കേഷൻ ക്ലാസ് ടൈമിൽ. അപ്പം അങ്ങനെയൊക്കെ തന്നെ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമുക്ക് പൂമാലയും സ്റ്റിക്കറൊക്കെ വാങ്ങിക്കാനായിട്ട് അവനെ ഇവിടെ ചെന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട് ഒട്ടിക്കാൻ സ്റ്റിക്കറൊന്നും കൊണ്ടുവന്നില്ല, പെട്ടെന്നുള്ളതായിരുന്നു കേസ്. ഇന്ന് വിളിച്ച് സാധനം എടുക്കാമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ചുകൂടി പോയാൽ നമ്മളിവിടെ അടുത്ത് പമ്പിൽ വെറുതെ എണ്ണ അടിക്കാമെന്ന് ഓർത്ത് കയറിയതാണ്. ഓക്കെ, നമ്മുടെ വണ്ടിയിൽ ചേസിൻ്റെ അത് ഫുൾ ടാങ്ക് എണ്ണയുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കിനൊന്നും നോക്കേണ്ട കാര്യമില്ലല്ലോ, നമുക്ക് നൈസായിട്ട് ഇവിടെയാണ് ഈ ഒരു ഹോട്ടലിൻ്റെ അവിടെ വരാനാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ അവിടെ വരാൻ അവൻ ചേസ് നമ്മുടെ ആലങ്ങാട് നിന്ന് ചേസ് എടുത്തതാണ്. ആലങ്ങാട് നിന്ന് ചേസ് എടുത്തിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് തരാമെന്ന് പറഞ്ഞതാണ്. ഓക്കെ, ഇവിടെ അങ്ങ് കൊണ്ടുവരെ തരാം. നമുക്കിവിടെ വണ്ടിയൊക്കെ പയ്യെ വളച്ച് തിരിച്ചിവിടെ ഇടാം. ഓക്കെ, ചേരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേസ്. എന്താ വെച്ചാൽ ഇന്നലെ ശബരിമല ഓട്ടം കഴിഞ്ഞ് വന്നിട്ടുള്ളവന്മാർ. ഇപ്പോൾ ചേറുവിനെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയേക്കണോണ്ട് ശബരിമല ഓട്ടം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നേക്കണേണ്. പിന്നെ നമ്മളെ കൂടുതലായിട്ട് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാലോ, നമുക്ക് ബുദ്ധിമുട്ട് അറിയാവുന്നതുകൊണ്ട് ഒന്നും മിണ്ടാതിരിക്കണം. ബാക്കിലെ സീറ്റിൻ്റെ അവിടെ പോയി കിടന്ന് ഉറങ്ങണേന്. അവൻ വണ്ടി കൊണ്ട് പോയി ഇത് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേക്കണം. മാലയൊക്കെ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞേ. നമുക്കെന്തായാലും വണ്ടി ഇവിടെ ഇട്ടിട്ടേ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്കിനും ചേസ് കൊണ്ട് വരട്ടെ. ഓക്കെ, അങ്ങനെ കഴിച്ച് നമ്മുടെ BS6 ചേസും കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. മാലയൊക്കെ വാങ്ങിച്ചിട്ട് വന്നവൻ പോയി. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് പോകണം കഴിച്ച്. അപ്പോൾ നമുക്കിനി കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ അവൻ ചെറുവിന് അടുത്ത ഓട്ടോ ഉള്ളതുകൊണ്ട് ആ വണ്ടിയും കൊണ്ട് ഇപ്പോൾ തന്നെ പോകും. അപ്പോൾ നമുക്കിനി പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം വരാട്ടോ. ഓക്കെ, പേപ്പർ വർക്ക് കഴിഞ്ഞതിന് ശേഷം വരാം. അപ്പോൾ കഴിച്ച് നമ്മുടെ ചേസാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിലേക്ക് നമ്മുടെ വണ്ടി കിട്ടി നമ്മുടെ പേരിലേക്ക് ആക്കിയിട്ടുണ്ട്. അവിടെ ചെന്ന് ഇനി ആർട്ട് ഓഫീസിൽ ചെന്ന് അവന്മാർ സെറ്റ് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആധാർ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഇവിടെ നിന്ന് പയ്യ ഇവിടെ നിന്ന് ചലിക്കുക. അതാണ് ഇനി മെയിനായിട്ടുള്ള പരിപാടി. പിന്നെ കഴിച്ച് ഈ ഒരു വീഡിയോ കുറേ കാലത്തിന് ശേഷം എടുക്കണോണ്ട് എഡിറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ടച്ചൊക്കെ വിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, നമ്മൾ വലിയ രീതിയിൽ ഇതാക്കാൻ നോക്കിയില്ല, നമുക്ക് വീഡിയോ ഇടണം എന്നുള്ള മൈൻഡ് കൊണ്ട് മാത്രം ഇട്ടാണ് നമ്മൾ കണ്ട കറക്റ്റ് ഇട്ടാണെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ അവിടെ നിന്ന് എടുത്ത്. ഓക്കെ, നമുക്കിനി ഇവിടെ നിന്ന് ഒരു 250 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ പ്രകാശിലേക്ക്. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ നിന്ന് പ്രകാശിലേക്ക് പോകണം. നമ്മൾ കൂടുതലായിട്ട് വലിയ ഇതൊന്നും ചെയ്യാൻ നിൽക്കണില്ല. ഓക്കെ, കൂടുതൽ വെയിറ്റൊക്കെ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ സമയം പോകണമെന്നറിയില്ല. അതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യാനിട്ട് കഴിഞ്ഞാൽ 2-3 ദിവസം നമ്മുടെ വണ്ടി ഇവിടെ കിടക്കും കഴിച്ചാൽ. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വയ്യ നേരെ പ്രകാശിലേക്ക് ഇന്ന് തന്നെ കൊണ്ടുപോകണേ. ഇപ്പോൾ നേരെ ഡയറക്റ്റ് കൊണ്ടുപോകണേണ് വണ്ടി. ഇവിടെ ചേസ് ഇവിടെ എടുത്തിട്ടിട്ട് കുറച്ചായി. ഞാനൊക്കെ വന്ന് ഓടിച്ചു നോക്കിയൊരു ചേസാണ്. അതെൻ്റെ കയ്യിലേക്ക് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അവനൊരാഴ്ച കൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ട് ഇട്ട്. അവനൊരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും അവൻ്റെ വീട്ടിൽ ഫാമിലിയിൽ എന്തൊക്കെയോ ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ വന്ന് അവൻ ആ വണ്ടി സെയിലാക്കേണ്ടി വന്നു. അപ്പോൾ അവൻ ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ് കേസ്. അത് നമ്മളെ ഇതിൻ്റെ അകത്താക്കി അവൻ്റേതായ രീതിയിലുള്ള പേരും ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യും കേസ്. ഓക്കെ, നമുക്കിവിടെ നിന്ന് നേരെ പോവാം. ഇനി നേരെ അങ്ങോട്ട് നമ്മുടെ പ്രകാശിലേക്ക് പോവാം. ഓക്കെ, നമുക്കിനി എന്തായാലും പ്രകാശം എത്തിയതിന് ശേഷം കാണാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ കേസ് നമ്മളാണെങ്കിൽ പ്രകാശിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളൊരു നല്ലൊരു വീഡിയോ ഇട്ട് വരും. നമ്മളിതിൻ്റെ ചേസ് മറ്റേ വണ്ടി എടുക്കാൻ തന്നെ എൻ്റെ വീഡിയോ നല്ല കിട്ടില്ല വീഡിയോ ഇട്ട് ചെയ്ത് സെറ്റാക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളിങ്ങനെ ഒന്ന് സഹിക്കാം. ഓക്കെ, എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഇതാണ് കേസ്. ടച്ച് വിട്ടേ നമുക്കൊന്ന് പഠിക്കണം, ഈ എഡിറ്റിങ്ങൊക്കെ ഒന്ന് പഠിക്കണം. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ കൈൻ മാസ്റ്ററാണ് കേസ്. അപ്പോൾ ഓക്കെ, നമ്മുടെ കൈൻ മാസ്റ്ററിൻ്റെ ആണെന്നുണ്ടെങ്കിൽ മോഡ് APK ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ പോയി. അപ്പോൾ നമുക്ക് ഈ വണ്ടി അപ്പുറത്തേക്ക് ഇടണം. ഓക്കെ, ഇവിടെ കൊണ്ടുവന്നിട്ടായിരുന്നു ഇവിടെ വർക്കിങ് നടക്കണേ. അപ്പോൾ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വർക്കേഴ്സ് ആരും ഇല്ല ഇവിടെ പ്രത്യേകിച്ച്. നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ ഇവിടെ വണ്ടി ഇട്ടിട്ട് പൊക്കോ. ഇത് അവരുടെ ഒരു യാർഡാണ്. ഇവർ പണിയുന്നത് വേറൊരു സ്ഥലത്താണ്. അപ്പോൾ നമ്മൾ ഡെലിവറി എടുക്കുന്നത് അവിടെ നിന്ന് തന്നെ ആയിരിക്കുള്ളൂ. ഇവിടെ നിന്ന് ഇത്തിരി പണിയാണ് കേസ്. നമ്മളിവിടെ വണ്ടിയൊക്കെ കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും ഇവിടെ നിന്ന് വണ്ടിയുടെ ബോഡി കെട്ടണത് വേറെ സ്ഥലത്താണ്. ഓക്കെ, ഇവിടെ നിന്നാണ് ബോഡി കെട്ടണത്. എന്നിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകണേണ്. നമ്മൾ ഡെലിവറി എടുക്കുന്നിടത്ത് നമ്മുടെ ബാക്കിയുള്ള വർക്കൊക്കെ എടുക്കാനായിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടുപോകും.
നമുക്കിനി വണ്ടി ഡെലിവറി വരുമ്പോൾ അവിടെ ഡെലിവറി വരുള്ളൂ. ഇവിടെ ബോഡി ഇടുന്നത് പിന്നെ 12 മീറ്റർ ചേസാണ്. അപ്പോൾ നീളമൊക്കെ ഇത്തിരി കൂടുതലാണ് വണ്ടിക്ക്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് ഇനി ഒന്ന് വളച്ചൊന്ന് സെറ്റാക്കണം. അതാണ് മെയിനായിട്ടുള്ള കേസ്. പിന്നത്തെ കേസ് നമ്മൾ ഇപ്പോൾ ഇനി വീഡിയോസൊക്കെ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചേസ് ഡെലിവറി വീഡിയോ എന്തായാലും വരും. ഓക്കെ, അതെന്തായാലും ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ എടുത്തിട്ടാൽ മാത്രം മതി. പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം വീഡിയോസ് ഇടുന്നതുകൊണ്ട് വോയിസൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. മൈക്കൊന്നുമില്ല, മൈക്കൊക്കെ പോയി. നമ്മൾ മൈക്കൊക്കെ മിസ്സായി, എവിടേക്കോ വെച്ച് പോയി, സാധനം പോയി, മൈക്കൊന്നും ഇല്ല കയ്യിൽ. അപ്പോൾ ക്ഷമിക്കുക. ആ ഒരു ഗ്യാപ്പിലേക്ക് വണ്ടി കയറ്റിയിട്ടിട്ട് നമുക്ക് പോവാം. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരായ്മകളൊക്കെ ഉണ്ടെന്നറിയാം, കാലങ്ങൾക്ക് ശേഷം ഇടുന്ന വീഡിയോ അല്ലേ, അപ്പോൾ അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഓക്കെ, നമ്മളിനി വണ്ടി ഇട്ടതിന് ശേഷം കാണാം. ഗൈസ്, നമ്മൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലേക്ക് നമ്മൾ കയറ്റിയിട്ട് അവിടെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, അവൻ്റെ അവിടെ നമ്മൾ കയറ്റിയിട്ടിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നത്. അതൊക്കെ ബോഡി കെട്ടിയിട്ടേക്കണ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ഗ്ലാസ്സൊക്കെ വെറുതെ വെച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. വലിയ രീതിയിലൊന്നും ചെയ്തിട്ടില്ല അവർ. മിററൊന്നും വർക്കിംഗ് അല്ല അതിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മളിവിടെ വണ്ടി കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഗൈസ് എന്തായാലും ഇത്ര വീഡിയോ ഒക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ഓക്കെ, ഞാൻ പറയില്ലേ തെറ്റുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഫ്രീ ഫയർ വീഡിയോസ് ഉണ്ടാവും. നമ്മളിനി ഇത് മാത്രം ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ എല്ലാം പറഞ്ഞത് ഓക്കെ, ബൈ, ഗുഡ് ബൈ.